ഇന്ന് രാവിലെ ഫേസ്ബുക്ക് പോസ്റ്റുമായിട്ട് വീണ്ടും എൻ പ്രസാദ് രംഗത്തെത്തിയിട്ടുണ്ട്. സസ്പെൻഷൻ ഹിയറിംഗ് നടക്കാനിരിക്കെ വീണ്ടും ഫേസ്ബുക്ക് പോസ്റ്റുമായി എൻ പ്രസാദ്. തെറ്റ് ചെയ്തിട്ടില്ലെന്നും അടിമക്കണ്ണാകാനില്ലെന്നും പോസ്റ്റിൽ ഒരു വീഡിയോയും പങ്കുവച്ചിട്ടുണ്ട്. പ്രശാന്ത് പൊളിയാണ് കേട്ടോ. എന്തായാലും ഇതൊക്കെ സിവിൽ സർവീസിൻ്റെ ചട്ടത്തിനുള്ളിൽ സാധ്യമാണോ എന്നൊന്നും എനിക്കറിയില്ല. എങ്കിൽ പോലും പ്രശാന്ത് സാധ്യമായതെല്ലാം ചെയ്യുന്നുണ്ട്. ഫേസ്ബുക്ക് പോസ്റ്റുമായിട്ട് പ്രശാന്ത് രംഗത്തെത്തുന്നു. അടിമക്കണ്ണാകാനില്ലെന്ന് മാത്രമല്ല, ഈ വീഡിയോയും കൂടി പങ്കുവയ്ക്കുന്നു. എൻ പ്രശാന്തിൻ്റെ വീഡിയോയിൽ പറയാതെ ചില കാര്യങ്ങളൊക്കെ പറയുന്നുണ്ടല്ലോ. മാത്രമല്ല, സ്വത്ത് സമ്പാദിച്ചിട്ടൊന്നും ഇല്ലെന്ന് പറയുമ്പോൾ കെ എബ്രഹാമിന് വിട്ടൊരു കുത്തു കൊടുക്കുന്നുണ്ട്. അടിമക്കണ്ണാകാനില്ല എന്ന് പറയുന്നുണ്ട്, മറ്റു ചിലർക്ക് കുത്തുണ്ട്. പീഡോഫീലിയക്കാരനാകാനില്ല എന്ന് പറയുമ്പോൾ വേറൊരാൾക്കും കുത്തു കൊടുത്തിട്ടുണ്ട്. ചുരുക്കത്തിൽ പ്രശാന്ത് പോരാട്ടത്തിന് തന്നെയാണ്. ഉറപ്പായും ചിരി നിർത്താൻ പറ്റുന്നില്ല എന്നുള്ളതാണ്. നേരത്തെ ഡയറക്റ്റ് ഫൈറ്റ് ആയിരുന്നു നേരത്തെ, പക്ഷേ ഇതിൽ അപകീർത്തി കേസ് പോലും നിൽക്കാത്ത രീതിയിൽ വളരെ സരസമായിട്ടാണ് എൻ പ്രശാന്ത് ഇതിനെ അവതരിപ്പിക്കുന്നത് എന്നുള്ളതാണ്. മാത്രമല്ല, പറയാനുള്ളതൊക്കെ വ്യക്തമായി പറഞ്ഞു. അതായത് വിധേയത്വമില്ലാതെ ഈ ജോലിയിൽ തുടരാനാവില്ല എന്ന് പറയുകയാണ്. തനിക്ക് ഗോഡ് ഫാദർ ഇല്ല, അതുപോലെ വരുമാനത്തിൽ കവിഞ്ഞുള്ള സ്വത്തില്ല, തമിഴ്നാട്ടിൽ കാറ്റാടിപ്പാടമില്ല, പീഡോഫീലിയ കേസ് ഒതുക്കി തീർത്തിട്ടില്ല, മതാടിസ്ഥാനത്തിൽ ഗ്രൂപ്പുമില്ല. ഇതിൽ നമുക്ക് പരസ്യമായി പറയാൻ പറ്റുന്നത് മതാടിസ്ഥാനത്തിലെ ഗ്രൂപ്പാണ്. മതാടിസ്ഥാനത്തിലുള്ള ഗ്രൂപ്പ് ഉണ്ടാക്കിയത് കെ ഗോപാലകൃഷ്ണൻ IAS ആണ്. കെ ഗോപാലകൃഷ്ണൻ IAS തിരിച്ച് സർവീസിലേക്ക് കയറി. ഇപ്പോൾ വളരെ സുന്ദരമായി കെ ഗോപാലകൃഷ്ണൻ IAS ജോലി ചെയ്യുന്നു. പക്ഷേ എൻ പ്രശാന്തിനെ കുറിച്ച് ഇല്ലാത്ത ഒരു റിപ്പോർട്ട് ഉണ്ടാക്കി അത് പത്രത്തിന് ചോർത്തിക്കൊടുത്തു എന്ന പരാതി അത് ഫേസ്ബുക്കിൽ പങ്കുവെച്ച എൻ പ്രശാന്ത് ഇപ്പോഴും സർവീസിൽ പുറത്തു നിൽക്കുന്നു. അതായത് മതാടിസ്ഥാനത്തിൽ ഗ്രൂപ്പില്ലാത്ത കെ ഗോപാലകൃഷ്ണൻ യഥേഷ്ടം ജോലിയിൽ തുടരുന്നു എന്നുള്ളത് കൊണ്ട് പ്രശാന്ത് അർത്ഥം വയ്ക്കുന്നത് അതിൻ്റെ തൊട്ട് മുന്നിലുള്ള ആരോപണങ്ങൾ അത് ഓരോ ആളുകളെ കുറിച്ചിട്ടുള്ളതാണ് എന്നതാണ്. ഇന്നലെ ഏറ്റവും അവസാനം വന്ന CBI അന്വേഷണത്തിൻ്റെ ഉത്തരവ് KM എബ്രഹാമിനെതിരെയാണ്. വരുമാനത്തിൽ കവിഞ്ഞ സ്വത്ത്. ഒരു കാര്യം ഉറപ്പാണ് അരുൺ, ഈ പറയുന്നതെല്ലാം ഓരോ മുതിർന്ന IAS ഉദ്യോഗസ്ഥർക്കുള്ള മറുപടിയാണ് എന്നതാണ്. അത് പരോക്ഷമായി പറഞ്ഞു എന്നുള്ളതാണ്. സ്വാഭാവികമായി ഈ കാര്യങ്ങൾ തുടക്കം മുതൽ ഫോളോ ചെയ്യുന്ന ഒരാൾ എന്ന നിലയിൽ എനിക്ക് മനസ്സിലായ ഒരു കാര്യം, പ്രശാന്തിന് ഇതിൽ നീതി കിട്ടിയില്ല എന്നുള്ളത് തന്നെയാണ്. ഒരുപക്ഷെ ഗോഡ് ഫാദർ ഇല്ലാത്തത് കൊണ്ടാകാം. ജയതിലകിനെതിരായ രേഖാമൂലമുള്ള പരാതിയിൽ പോലും ഒന്നും സംഭവിച്ചില്ല. അതുകൊണ്ടായിരിക്കണം പ്രശാന്ത് ലൈവ് സ്ട്രീമിംഗ് വേണം എന്ന ആവശ്യം മുന്നോട്ട് വെച്ചത്. അതെന്തായാലും അംഗീകരിക്കാൻ ഇടയില്ല. എന്തായാലും മറ്റ് സാഹചര്യങ്ങൾ എന്താണ് എന്നുള്ളത് ഹിയറിംഗ് തീയതിയിൽ നമുക്കറിയാം. മുനവെച്ചുള്ള കൃത്യമായ ആരോപണങ്ങൾ, പേര് പറയാതെ, അപകീർത്തി കേസ് വരാതെ ഇപ്പോൾ നമ്മൾ കണ്ടു ചിരിച്ച വീഡിയോ ഉൾപ്പെടെയാണ് ഫേസ്ബുക്കിൽ ഇന്നലെ രാത്രി വൈകി പങ്കുവച്ചിരിക്കുന്നത്. അപ്പോൾ പ്രശാന്തും ചീഫ് സെക്രട്ടറിയും തമ്മിലുള്ള പോരാട്ടം തുടരുകയാണ്. അങ്ങുന്നേ എന്നെ രക്ഷിക്കണം, അങ്ങുന്നേ എന്ന് കാലുപിടിച്ച് കരയുന്ന ഷീലയുടെ ചിത്രം പങ്കുവെച്ചുകൊണ്ടാണ് എൻ പ്രശാന്തിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റ് വന്നിരിക്കുന്നത്. അതിൽ തന്നെ എല്ലാം ഉണ്ട്. മാത്രമല്ല, അതിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളും ചിലരുടെയൊക്കെ നെഞ്ചത്തോട്ട് കയറുന്ന ആരോപണങ്ങളുമാണ്.